ഞാനും ചെല്ലുകയുണ്ടായി. കാലം പോകെ പുതിയ പുതിയ തളിരിലകൾ ഈ മരത്തോട് ചേർക്കപ്പെട്ടു. അവരിലൂടെ ഈ വൃക്ഷം കൂടുതൽ കൂടുതൽ ശോഭിതമായി തീരുകയാണ് ഉണ്ടായത്. ആദ്യം മുളയ്ക്കുന്ന ഇലകൾ എല്ലാ വൃക്ഷത്തിലും എന്ന പോലെ അതിൻ്റെ തളിർ ഭാവമൊക്കെ മാറി കുറച്ചുകൂടി കരിപ്പച്ചയായി ആ വൃക്ഷത്തിന് പ്രയോജനപ്പെടും മട്ടിൽ ആയിത്തീരുകയും കാലാന്തരത്തിൽ നിറമങ്ങി പഴുത്ത് അടർന്ന് നിലംപതിക്കുകയും ചെയ്യും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ എന്നെ നസീർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: കൊഴിഞ്ഞ ഇലകൾ കരിഞ്ഞുണങ്ങി പൊടിഞ്ഞ് വൃക്ഷത്തിന് വളമായി തീരണം. ഇവിടെ നിന്ന് കടന്നു പോകുന്ന അധ്യാപകർ കഴിഞ്ഞ ദിവസമൊക്കെ പൂർവ്വ അധ്യാപക സംഗമമൊക്കെ നടക്കുകയായിരുന്നു. അധ്യാപകരെല്ലാം ഈ വിദ്യാലയത്തിൻ്റെ വളർച്ചയ്ക്ക് വളമായി മാറുകയാണ്. അത്തരത്തിൽ വളമായി തീരാൻ ഈ വിദ്യാലയ വൃക്ഷത്തോട് വിട പറയുകയാണ് ഞങ്ങൾ. ഇതൊരു അനിവാര്യമായ മാറ്റമാണ്. ഒരിക്കലും മാറ്റിവെക്കാനാവാത്ത കൃത്യതയാർന്ന ഒന്ന്. ഒരു പക്ഷിയുടെ ചിറകിൽ നിന്ന് തൂവലടർന്ന് പോകുന്നത് പോലെ മാത്രമാണ്. അത് കാറ്റിൽ മെല്ലെ പാറിക്കളിച്ച് നിലത്തേക്ക് പോകുന്നു. ഒരിക്കൽ പക്ഷിയെ ഉയർന്നു പറക്കാൻ സഹായിച്ചതിൻ്റെ ഓർമ്മകൾ പേറി അത് മണ്ണിലടിയുന്നു. അത്രമാത്രമാണ് ഒരു വിരമിക്കലിനെ കുറിച്ച് ആകെ പറയാനുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട വഴികളിൽ നന്ദിയോടെ ഓർക്കാൻ ഒരുപാട് ഒരുപാട് മുഖങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ വിട്ടുപോകുമെങ്കിൽ അവരെല്ലാം ഹൃദയത്തിൻ്റെ ഉള്ളടലുകളിൽ എന്നും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളവർ തന്നെ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ചിലരെ ഉറക്കെ അനുസ്മരിക്കുന്നു. എന്നെ ഒരു അധ്യാപകനെ കാണാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചത് എൻ്റെ അമ്മച്ചിയാണ്. ഞാൻ ബി.എഡിന് പഠിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് എനിക്ക് പോലീസ് സെലക്ഷൻ ലഭിച്ച് ട്രെയിനിങ്ങിന് നിയമന ഉത്തരവ് ലഭിക്കുന്നത്. പക്ഷേ അത് എൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് സമയമായതുകൊണ്ട് അമ്മച്ചി പോകാൻ അനുവദിച്ചില്ല. ഞാൻ ഓർത്ത് ആ ജോലി പോയിട്ടുണ്ടാവും. പക്ഷേ ബി.എഡ് പൂർത്തീകരിച്ച് എം.എക്ക് പഠിച്ചു തുടങ്ങുന്ന സമയത്താണ് വീണ്ടും അടുത്ത ബാച്ചിലേക്കുള്ള കോൾ ലെറ്റർ വരുന്നത്. മനസ്സില്ലാ മനസ്സോടെ അമ്മച്ചി അത് അനുവദിക്കുകയും ഞാനൊരു പോലീസുകാരനായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഏതാണ്ട് 20 മാസക്കാലം ആ ജോലിയിൽ തുടരുമ്പോഴാണ് 1995 തുമ്പോളി സ്കൂളിൽ ഹൈസ്കൂൾ അസിസ്റ്റൻ്റായി എനിക്ക് നിയമനം ലഭിക്കുന്നതും ഞാൻ തിരികെ ഈ ജോലിയിൽ വന്ന് പ്രവേശിക്കുന്നത്. അപ്പോഴാണ് അമ്മച്ചിയുടെ ആഗ്രഹവും അധ്യാപകനാകാനുള്ള എൻ്റെ മോഹവും ഒക്കെ സഫലമായി. എൻ്റെ അപ്പച്ചൻ അധ്യാപകനായ എന്നെ എപ്പോഴും ഉപദേശിച്ചിരുന്നൊരു കാര്യം കുട്ടികളെ അകാരണമായി ഒരിക്കലും ശിക്ഷിക്കരുത് എന്നാണ്. പലപ്പോഴും വടിയെടുത്ത് അടിക്കരുത് എന്നവരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പച്ചനോട് നീതി പുലർത്താൻ എനിക്ക് സാധിച്ചില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നും. തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുക എന്നുള്ളത് ഒരു ഗുരുവിൻ്റെ കർത്തവ്യമാണെന്ന് തന്നെയാണ് ഞാൻ ഇതുവരെ കരുതിയിട്ടുള്ളത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം അവർക്കിവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല. രണ്ടുപേരും വീട്ടിലുണ്ട്. അവരെ ഈ അവസരത്തിൽ കൃതജ്ഞതയോടെ അനുസ്മരിക്കുന്നു. എൻ്റെ മൂത്ത സഹോദരി മോളിച്ചേച്ചി ഞങ്ങൾ അനുജന്മാരുടെയും അനുജത്തിയുടെയും ഒക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എപ്പോഴും കൂട്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ ജോളിയണ്ണനും കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പഠിക്കുമ്പോൾ തന്നെ അണ്ണൻ ജോലി ചെയ്യുന്നുമായിരുന്നു. 18 വർഷത്തോളം പ്രവാസിയായിരുന്നു. ഇപ്പോൾ നാട്ടിൽ സ്വസ്ഥ ജീവിതം നയിക്കുന്നു. എൻ്റെ ജ്യേഷ്ഠനെയും സഹോദരങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു.
എൻ്റെ സഹധർമ്മിണിയായ സോണിയ ഒരു നല്ല അധ്യാപകനായിരിക്കാൻ എന്നെ വളരെയധികം സഹായിച്ചിട്ടുള്ള ആളാണ്. +1 പ്രവേശന സമയത്തും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിൻ്റെ ഗ്യാതറിങ്ങിന് വേണ്ടിയുള്ള ചില പ്രാക്ടീസിൻ്റെ സമയത്തും പരീക്ഷാ കാലയളവിലും വാല്യുവേഷൻ കാലയളവിലുമെല്ലാം വളരെ വൈകി വീട്ടിലെത്തുന്ന എന്നെ പിണങ്ങാതെ കൂടെ നിർത്തിയിരുന്ന ഒരാൾ കൂടെയാണ്. പിണങ്ങിയിട്ട് കാര്യമില്ലെന്നറിയാം, സ്കൂൾ കഴിഞ്ഞാണ് ഭവനമുള്ളത് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കാം വലിയ പിണക്കങ്ങളൊന്നും ഇല്ലാതെ എന്നോടൊപ്പം ആയിരിക്കുന്നത്. പിന്നീട് പ്രിൻസിപ്പലായി ജോലി ചെയ്യുന്ന സമയത്തുമെല്ലാം എല്ലാ കാര്യത്തിലും കൂട്ടായിട്ടുണ്ടായിരുന്ന എൻ്റെ പ്രിയ ഭാര്യയും 2 മക്കളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ സേവന കാലയളവിൽ ആലപ്പുഴ രൂപതയെയും വിദ്യാലയങ്ങളെയും നയിച്ചിരുന്ന യശശരീരനായ അഭിമന്യ പീറ്റർ എം ചേനപ്പറമ്പിൽ പിതാവിനെയും സ്റ്റീഫൻ അത്തിപ്പുഴയിൽ പിതാവിനെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രൂപതയെ നയിക്കുന്ന അഭിമന്യ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ പിതാവിനെ കൃതജ്ഞതയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. എൻ്റെ സേവന കാലയളവിൽ കോർപ്പറേറ്റ് മാനേജർമാരായിരുന്ന ദിവംഗതനായ മോസിനു വർഗീസ് പുത്തമ്പരിക്കൽ, അദ്ദേഹമാണ് എനിക്ക് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ തരുന്നത്. പിന്നീട് വന്ന ബഹുമാന്യനായ സേവർ കുടിയം ശ്രീ അച്ഛൻ, ബഹുമാനപ്പെട്ട ക്രിസ്റ്റഫർ അർത്തശ്ശേരിലച്ഛൻ, രാജു കളത്തിലച്ഛൻ, ഇപ്പോൾ വീടിൻ്റെ ചെയർമാനും ആലപ്പുഴ രൂപത കോർപ്പറേറ്റ് മാനേജറുമായ നെൽസൺ തൈപ്പറമ്പലച്ഛൻ എന്നിവരുടെ സ്നേഹവും കരുതലിനും എപ്പോഴും ഞാൻ കൃതജ്ഞതയുള്ളവനായിരിക്കും. കാലാകാലങ്ങളിൽ സ്കൂൾ മാനേജർമാരായിരുന്നവർ ബഹുമാനപ്പെട്ട സ്റ്റാൻലി പുള്ളിക്കുട്ടി പറമ്പൽ അച്ഛനെയാണ് ഏറ്റവും കൂടുതൽ ഓർക്കുക. ദീർഘകാലം അച്ഛൻ മാനേജരായിരുന്നു. അതോടൊപ്പം തന്നെ സോളമൻ ചാനങ്ങട്ട് അച്ഛൻ, ഇപ്പോൾ വിദ്യാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കൊടിയനോട് അച്ഛൻ എന്നിവരെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഞാനിവിടെ ഞാനിവിടെ സർവീസിൽ കയറുന്ന സമയത്ത്, ലിയോത്തരത്തിലേക്ക് വരുന്ന സമയത്ത് പ്രിൻസിപ്പലായിരുന്നത് ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാറാണ്. പിന്നീട് ലൂക്ക് തോമസ് സാർ, പ്രഭാകരൻ സാർ, റാഫേൽ സാർ, ആനീസ് ടീച്ചർ, സൈറസ് എന്നിവരെൻ്റെ പ്രിൻസിപ്പൽമാരായി സേവനം ചെയ്തിട്ടുള്ളവരാണ്. അവരെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യമായി ജോലി ചെയ്ത സെയിൻറ്റ് തോമസ് ഹൈസ്കൂൾ തുമ്പോളി, മാരാരിക്കുളം സെൻറ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ, പുന്നപ്ര സെൻറ് ജോസഫ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ ഹെഡ് മാസ്റ്റർമാർ, സഹപ്രവർത്തകർ എന്നിവരൊക്കെ എൻ്റെ അധ്യാപന വൃത്തിയിൽ എന്നെ മുന്നോട്ട് നയിച്ചവരാണ്. അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. 2002 ഞാൻ ഈ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നത്. അക്കാലയളവിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന അധ്യാപകരിൽ പലരും ഇപ്പോൾ സേവനത്തിൽ വിരമിച്ചിട്ടുണ്ട്. കുറച്ചുപേര് ഇപ്പോഴും എന്നോടൊപ്പമുണ്ട്. ഇപ്പോൾ കൂടെയുള്ള പുതിയ ഊർജ്ജസ്വലരായ അധ്യാപകരുണ്ട്. അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കും. ഞാൻ അധ്യാപകനായിരുന്നപ്പോഴും പിന്നീട് പ്രിൻസിപ്പലായി ഇവിടെ സേവനം ചെയ്തപ്പോഴുമെല്ലാം കൂട്ടായിരുന്ന എൻ്റെ സഹപ്രവർത്തകരെ എത്ര നന്ദിയോടെ അനുസ്മരിച്ചാലും മതിയാവില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹകരണത്തിനും സ്നേഹത്തിനും അവർക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രിൻസിപ്പലെ ഞാൻ ആദ്യം ജോയിൻ ചെയ്തത് കാട്ടൂർ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പ്രിൻസിപ്പലായിരിക്കുക എന്നുള്ളത് ഒത്തിരി പേരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ഈ കാലയളവിലെല്ലാം ഈ 2 വിദ്യാലയങ്ങളിൽ എന്നോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ചിലരെ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. 2 വിദ്യാലയങ്ങളിലും സ്പാർക്ക് കൈകാര്യം ചെയ്തിരുന്ന ആന്റണി സാറിനെയും ജോബി സാറിനെയും ഓർക്കുന്നു. ഓഫീസ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്കോളർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന അജി സാറ്, KJ ജോസഫ് സാറ്, കാട്ടൂർ സ്കൂളിൽ സഹായിച്ച ജോസ് കുര്യൻ സാർ, അതോടൊപ്പം തന്നെ ഓഫീസിൽ സഹായികളായിട്ടുണ്ടായിരുന്ന ലാബ് അസിസ്റ്റന്റുമാരായ റോബർട്ട് വിൻസെൻ്റ്, അതുപോലെ ജസ്റ്റിൻ ഡെൻസിൽ, ഇവരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാലയത്തിൽ നടക്കുന്ന വ്യത്യസ്ത ആഘോഷ പരിപാടികൾ ഭംഗിയാക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന ട്രീസ ടീച്ചറും കൂട്ടരും,
പരീക്ഷകൾ ശരിയായി നടത്താൻ സഹായിക്കുന്ന ജോസഫ് സാർ, കില്ല ടീച്ചർ, അഡ്മിഷൻ കാര്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്ന നവീൻ സാർ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ എല്ലാവരുടെയും പേര് പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് എല്ലാവരെയും ഒരുപോലെ എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. ഈ വേളയിൽ സ്കൂളിൻ്റെ സുഗമമായ നടത്തിപ്പിന് എന്നോടൊപ്പം ആയിരുന്ന ഹെഡ് മാസ്റ്റർമാരെ ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ എല്ലാ കാര്യത്തിനും സന്തത സഹചാരിയായി ഉള്ള മാനുവൽ ജോസ് സാർ, അതോടൊപ്പം തന്നെ ഇതിനു മുൻപ് ഷീല ആൻഡോ ടീച്ചർ, ഡാനിയൽ നെറ്റോ ടീച്ചർ, ഇവരൊക്കെ സമ്പൂർണ്ണമായ സഹകരണം വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നൽകി. അവരെല്ലാം ഞാൻ ഓർക്കുന്നു. രക്ഷാകർതൃ സമിതി അംഗങ്ങളായിരുന്ന എല്ലാ രക്ഷകർത്താക്കളെയും ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രസിഡന്റുമാരായി ഈ കാലയളവിൽ എൻ്റെ കാലയളവിൽ സേവനം ചെയ്തിരുന്ന ശ്രീ ബേബി ലൂയിസ്, ശ്രീ അനിൽ ആൻ്റണി, ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീമതി റാണി സോളമൻ, ഇങ്ങനെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും ഞാൻ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച കാലയളവ് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷകർത്താക്കളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. എവിടെ ചെന്നാലും പരിചിതമായ മുഖവുമായി നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുന്ന പൂർവ്വ വിദ്യാർത്ഥികളാണ് തീർച്ചയായും നമ്മുടെ സമ്പത്ത്. അവരെയും അവരോടൊപ്പം ഈ വിദ്യാലയത്തെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാ രക്ഷകർത്താക്കളെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാലയളവിൽ ചില തരത്തിൽ കുട്ടികളെ ശാസിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും പ്രയാസം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിൽ അവരോട് ക്ഷമ യാചിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന ബഹുമാന്യരായ അധ്യാപകരെ ഞാൻ ഓർക്കുന്നു. ശ്രീമതി ലിസി ജോൺ ടീച്ചർ, ശ്രീമതി രജി ജെ ബോസ്കോ, ശ്രീമതി തെരേസ പ്രിസ്ക, അവരുടെ റിട്ടയർമെൻറ്റ് ജീവിതം ഏറ്റവും ഭാസ്വരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ രക്ഷകർത്താക്കളെയും നല്ല പ്രോഗ്രാമുകൾക്കായിട്ട് ഇവിടെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികളെയും ഇപ്പോൾ പഠിക്കുന്നവരെയും എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുങ്ങുന്നു. നന്ദി.